വെള്ളനാട് ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ 6 മാസമായിട്ട് പ്രസിഡന്റ് സെക്രട്ടറി യുദ്ധം തുടരുന്നതിന്റെ പേരില് പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈവൻ മെമ്പർമാർക്ക്, സ്റ്റാഫിനടക്കം പഞ്ചായത്തിന്റെ ഭരണസ്തംഭനത്തില് വളരെ വലിയ വിഷമതകളുണ്ട്. തീർച്ചയായിട്ടും ഇത് പ്രതിഷേധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം സെക്രട്ടറിക്ക് ചാർജ് കൊടുത്ത് സംയുക്തമായി എല്ലാ മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ തന്നെ സെക്രട്ടറി ഒഴിവായി കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റിൽ നിന്ന് പുതിയൊരു ASന് സെക്രട്ടറിയുടെ ചാർജ് കൊടുക്കുകയും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പല തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ദൗർഭാഗ്യവശാല് ഇപ്പോൾ വീണ്ടും ഈ ഒരു സെക്രട്ടറി പ്രസിഡന്റ് പോരിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഇത്രയും കാലം നമ്മൾ ഒരു ഭരണസ്തംഭനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭ നടപടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സഹകരിച്ചു നിന്ന് തീർച്ചയായിട്ടും ഇത് പ്രതിഷേധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഈ ഭരണസ്തംഭനം അവസാനിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. ഇതിൽ UDF LDF കൂട്ടുകെട്ട് ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ പറഞ്ഞ സെക്രട്ടറി നിലവില് ഈ ചുമതലയിലേക്ക് തിരിച്ചു വരാൻ കാണിച്ച ഒരു വ്യഗ്രത അത് അഴിമതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ അഴിമതി ഒരിക്കലും വച്ചുപറപ്പിക്കാൻ പറ്റുന്നതല്ല. വെള്ളനാട് പഞ്ചായത്തില് കോൺഗ്രസ് നേതൃത്വത്തിൽ മണ്ണ് മാഫിയ സെക്രട്ടറിയായിട്ടുള്ള ബന്ധം അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇതിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഞങ്ങളുടെ പ്രതിഷേധം. നമ്മുടെ പഞ്ചായത്തില്, ഈ പറയുന്ന വെള്ളനാട് പഞ്ചായത്തില് ഇത്രയും കാലം ഉണ്ടായ ഈ ടഗ് ഓഫ് വാർ, ഈ വടംവലി, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി നേരത്തെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. തീർച്ചയായിട്ടും അതൊന്നുമല്ല, പ്രത്യക്ഷത്തില് അഴിമതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാള് മണ്ണ് മാഫിയെ പർച്ചേസ് ചെയ്ത് വെച്ചേക്കുന്നു, മറ്റൊരാള് അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ്. തീർച്ചയായിട്ടും അത് ദൗർഭാഗ്യകരമാണ്. വെള്ളനാട് പഞ്ചായത്തിലെ പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളതിൽ വളരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇനി ഈ തരത്തിലുള്ളൊരു സമരമായിരിക്കില്ല, ഒരു വലിയ പ്രതിഷേധം. തീർച്ചയായിട്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് BJP പോകേണ്ട ഒരു സാഹചര്യമാണ്. മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട്